ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള നേതാവാണ് സീതാറാം യെച്ചൂരി. SFIയിലൂടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന സീതാറാം 1984 CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നത്. 1992 ചെന്നൈ പാർട്ടി കോൺഗ്രസ് മുതൽ CPIMന്റെ പരമോന്നത ബോഡിയായ പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സീതാറാം യെച്ചൂരി 2015 വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറിയത്. 2015 മുതൽ 2024 വരെ CPIM എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ച സീതാറാം യെച്ചൂരി അരങ്ങൊഴിയുകയാണ് ചെങ്കൊടി പുതച്ചുകൊണ്ട്. അദ്ദേഹത്തിന് അവസാനത്തെ ഒരു ലാൽസലാം വിളിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ വിങ്ങുന്ന മനസ്സോടുകൂടി കാത്തിരിക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ വാർത്ത, സീതാറാം യെച്ചൂരി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായൻ അരങ്ങൊഴിയുന്നു എന്നുള്ളതാണ്. 1996 ഐക്യമുന്നണി സർക്കാരിന്റെ രൂപീകരണവും 2004 UPA സർക്കാരിന്റെ രൂപീകരണവും ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെയും സീതാറാം യെച്ചൂരിയുടെയും നയതന്ത്ര പാടവത്തിന്റെ കൂടി ഫലമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു ദിശയിലേക്ക് നയിച്ച നേതാവ് എന്ന് സീതാറാം യെച്ചൂരിയെ അടയാളപ്പെടുത്താം. ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും വളരെ വളരെ പ്രധാനപ്പെട്ട പങ്ക് സീതാറാം യെച്ചൂരി വഹിച്ചിട്ടുണ്ട്. നിർണായകമായ ഒരു കാലത്ത് CPIMന്റെ പോളിറ്റ് ബ്യൂറോയിലെത്തി. 1990 എന്ന് പറയുന്നത് CPIMനെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്നടിഞ്ഞു പോകുന്ന കാലത്ത് നിർണായകമായ ഒരു ദശാസന്ധിയിലാണ് സീതാറാം യെച്ചൂരി CPIMന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് 1992 എത്തുന്നത്. തുടർന്ന് അങ്ങോട്ട് ഹർകിഷൻ സിംഗ് സുർജിത്തിനും പ്രകാശ് കാരാട്ടിനും S രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം CPIMന്റെ ദേശീയ മുഖമായി മാറിയ സീതാറാം യെച്ചൂരി ഓർമ്മയാവുകയാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിൽ നിന്നുള്ളവരാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാത്ത ഒരു കാര്യം, CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷയിലെ ടോപ്പറായിരുന്നു ഒരു കാലത്ത് സീതാറാം യെച്ചൂരി. അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ എക്കണോമിക്സിൽ ബിരുദം നേടുന്നത്. തുടർന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദ പഠനം. ആ കാലയളവിലാണ് SFIയുടെ മുഖമായി മാറുന്നത്. കേരളത്തിൽ നിന്നോ പശ്ചിമ ബംഗാളിൽ നിന്നോ അല്ലാതെ ഒരാൾ SFIയുടെ അമരത്തെത്തുന്ന ആദ്യത്തെ ആൾ സീതാറാം യെച്ചൂരിയാണ്. SFIയുടെ കേരളീയനോ ബംഗാളിയോ അല്ലാത്ത പ്രഥമ പ്രസിഡന്റ് എന്ന് പറയാം. അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായി മാറി. അടിയന്തരാവസ്ഥ കാലത്ത് സീതാറാം ജയിലിലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കഴിഞ്ഞ സീതാറാം യെച്ചൂരി അദ്ദേഹം 1978 JNU സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായി മാറി. ഇന്ദിരാഗാന്ധിക്ക് നിവേദനം നൽകുന്ന പ്രശസ്തമായ സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ പ്രേക്ഷകരിൽ പലരും കണ്ടിട്ടുണ്ടാകും. അങ്ങനെ SFIയിലൂടെ അദ്ദേഹം 1982 CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുകയായിരുന്നു. 1982 പ്രകാശ് കാരാട്ടിനും അതുപോലെ തന്നെയുള്ള യുവ നേതാക്കൾക്കുമൊപ്പം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നു. 1984 CPIM കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുമ്പോൾ ഈ ത്രിമൂർത്തികൾ S രാമചന്ദ്രൻ പിള്ള, പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി എന്നിവർ ആ കേന്ദ്ര സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി മാറി. തുടർന്ന് അങ്ങോട്ട് AK ഗോപാലനും സുന്ദരയെയും EMS നമ്പൂതിരിപ്പാടും നയിച്ച പാർട്ടിയെ പിന്നീട് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും നയിക്കുന്നത് തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ കണ്ടു. അതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വലിയ വലിയ ഇടർച്ചകളും പതർച്ചകളും സംഭവിച്ചു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുണ്ടായി. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയം മാറി. സീതാറാം യെച്ചൂരി അദ്ദേഹം പീപ്പിൾസ് ഡെമോക്രസി എന്ന CPIMന്റെ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ കൂടിയായിരുന്നു. ദീർഘകാലം CPIMന് വേണ്ടി പീപ്പിൾസ് ഡെമോക്രസി എഡിറ്റ് ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ് സീതാറാം യെച്ചൂരി. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു മഹാവൃക്ഷം എന്ന് സീതാറാം യെച്ചൂരി അടയാളപ്പെടുത്താം. B ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, സീതാറാം യെച്ചൂരിയെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ നിശ്ചയമായും ബാലഗോപാലിനുണ്ടാകും. ബാലുവിന്റെ കരിയർ തുടങ്ങുന്നത് മുതൽ CPM ദേശീയതലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആ കാലഘട്ടം മുതൽ CPMന്റെ ദേശീയ മുഖമായി നിന്നിരുന്ന ഒരു നേതാവ് മടങ്ങുമ്പോൾ നിശ്ചയമായും അത് CPIMന്റെ മാത്രം നഷ്ടമല്ല, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് ആകെ നഷ്ടമാണ്. എങ്ങനെ ഓർക്കാം സീതാറാം യെച്ചൂരിയെ? ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മരണം ഡൽഹി എയിംസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞോ? അഭിലാഷ്, തീർച്ചയായും സീതാറാമിൻ്റെ നഷ്ടം വലിയൊരു നഷ്ടമാണ് ദേശീയ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AKG ഭവനിലാണ്. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഈ അവസാന നാളുകളിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കഴിഞ്ഞ മാസം ആശുപത്രിയിലേക്ക് പോകുന്നത്. തുടർന്ന് ഈ യെച്ചൂരിയുടെ ഏറ്റവും കഴിഞ്ഞ 1977 മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു ഡൽഹിയിലെ AKG ഭവനിലെ ഗോൾഡ് മാർക്കറ്റ് ഈ AKG ഭവനിലെ ആസ്ഥാനം. പക്ഷേ ഈ പാർട്ടി ഔദ്യോഗികമായി ഇതുവരെയും ഈ സീതാറാമിൻ്റെ മരണം സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. നിലവിൽ AKG ഭവനിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനാണ് സാധ്യത. പാർട്ടി ഓഫീസിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്.
സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പാർട്ടി നമുക്ക് കാണാം, ഈ പാർട്ടി പതാക, അതായത് സാധാരണഗതിയിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മരിക്കുമ്പോൾ ഈ പതാക താഴ്ത്തുന്നതാണ്. പക്ഷേ അത് സംബന്ധിച്ചുള്ള അത്തരമൊരു നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ഞാൻ അല്പസമയം മുമ്പ് പാർട്ടി ഓഫീസിനോട് ബന്ധപ്പെട്ടിരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ CPM-ന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ AKG ഭവനിൽ ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകുന്നതായിരിക്കും. ഈ ഏതായാലും ആശുപത്രി വൃത്തങ്ങൾ ഇത് സംബന്ധിച്ചുള്ള കാര്യം, അതായത് ഈ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാർത്താ ഏജൻസിയായ PTIയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ഭാഗത്ത് നിന്നൊരു ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇനി ഉണ്ടാകേണ്ടതായുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ബാലു, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൂടിയ ജലദോഷവും അതുപോലെ തന്നെ നെഞ്ചിന് നീർക്കെട്ടുമായിട്ടാണ് അദ്ദേഹം എയിംസിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ സ്ഥിരീകരിക്കപ്പെടുന്നത്. ആരും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ദശാസന്ധിയിൽ നിൽക്കുമ്പോൾ സീതാറാമിനെ പോലെ ഒരു നേതാവിന്റെ വിയോഗം പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ച അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ഓഗസ്റ്റ് 18-ാം തീയതിയാണ് അദ്ദേഹം ആശുപത്രിയിൽ ആദ്യം പ്രവേശിക്കപ്പെടുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിൽ കാര്യമായ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. തുടർന്ന് ന്യൂമോണിയ സ്ഥിരീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് അണുബാധ ഉണ്ടായി. അവിടെ തൊട്ടാണ് സീതാറാമിൻ്റെ ആരോഗ്യ നിലയിൽ കാര്യമായ തോതിലുള്ള ഒരു ഡിറ്റീരിയറേഷൻ അഥവാ ഒരു വീഴ്ച ഉണ്ടാകുന്നതെന്നാണ് ഈ ആശുപത്രി വൃത്തങ്ങളും പാർട്ടി വൃത്തങ്ങളും ഒക്കെ പറഞ്ഞിരുന്നത്.